ലാത്തയെ വിളിക്കുന്നില്ല, ഉസ്സയെ വിളിക്കുന്നില്ല, മനാത്തിനെ വിളിക്കുന്നില്ല, ഹുബിലിനെ വിളിക്കുന്നില്ല. വിശുദ്ധമായ കഅബയിൽ പ്രതിമകളുള്ള ഇബ്രാഹിം നബിയെയോ ഇസ്മായിൽ നബിയെയോ വിളിക്കുന്നില്ല. ഒരുപാട് മലക്കുകളുടെ വിഗ്രഹങ്ങൾ അവിടെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളും ദേവികളുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മലക്കളുടെ രൂപത്തിൽ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ആ വിഗ്രഹങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന മലക്കുകളെ അവർ വിളിക്കുന്നില്ല. ലാത്തയെയും ഉസ്സയെയും മനാത്തിനെയും ഹുബിലിനെയും വിളിക്കുന്നില്ല. ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും വിളിക്കുന്നില്ല. ഫഇദാ റകിബൂ ഫിൽ ഫുൽകി, അവർ കപ്പലിൽ യാത്ര ചെയ്യുകയും അങ്ങനെ കപ്പൽ ആടി ഉലയുന്ന പ്രതികൂലമായ കാലാവസ്ഥയിൽപ്പെട്ട് അപകടത്തിൽപ്പെട്ടു പോകുമെന്ന് ഉറപ്പാവുകയും ചെയ്യുമ്പോൾ ദഅവുല്ലാഹ, അവർ അല്ലാഹുവിനെ വിളിക്കുകയാണ്. മുഖ്ലിസീന ലഹുദ്ദീൻ, എല്ലാ സമർപ്പണവും അല്ലാഹുവിന് മാത്രമാക്കിക്കൊണ്ട്. അപ്പോ കപ്പലിൽ അവർ യാത്ര ചെയ്യുമ്പോൾ അപകടത്തിൽപ്പെട്ടാൽ അവിടെ മനസ്സിലേക്ക് ലാത്ത് വരുന്നില്ല, ഉസ്സ വരുന്നില്ല, മനാത്ത് വരുന്നില്ല. കാരണം അവർക്കറിയാം ഈ നിർണായകമായ തികച്ചും നിസ്സഹായമായ ഈ സന്ദർഭത്തിൽ നമ്മെ സംരക്ഷിക്കുവാനും നമ്മെ അപകടത്തിൽ രക്ഷപ്പെടുത്തി കരക്കെത്തിക്കുവാനും ലാത്തക്കോ ഉസ്സക്കോ മനാത്തിനോ ഹുബുലിനോ വിശുദ്ധമായ കഅബയിൽ പ്രതിനിധാനം ചെയ്യുന്ന വിഗ്രഹങ്ങളും പ്രതിമകളും പ്രതിഷ്ഠിച്ച ഏതൊരു മഹാനോ സാധ്യമല്ല, അള്ളാഹുവിന് മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്ന് അവർക്ക് ഉറപ്പിച്ചറിയാം. ആ സന്ദർഭത്തിൽ അവർ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒരു രംഗത്താണല്ലോ അബൂജഹലിന്റെ മകൻ ഇക്രിമത്ത് മുസ്ലിമായത്. ഇങ്ങനൊരു രംഗത്തിന് സാക്ഷ്യം വഹിച്ച അദ്ദേഹത്തിന് മറിച്ച് ചിന്ത ഉണ്ടാവുകയുണ്ടായത്. അബൂജഹൽ ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതോടുകൂടി ഇക്രിമത്ത് മുസ്ലിങ്ങളുടെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കഠിന ശത്രുവായിട്ട് മാറി. എല്ലാ നിലക്കും ഇസ്ലാമിനെയും പ്രവാചകനെയും ശല്യം ചെയ്യുക എന്നതായിരുന്നു അയാളുടെ തീരുമാനം. അങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരുന്നു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക വിജയം, പ്രവാചകന്റെ എതിരാളികളായ ശത്രുക്കളായ പ്രവാചകനെ ഉപദ്രവിച്ച, ബഹിഷ്കരണം ഏർപ്പെടുത്തിയ, മദീനയിലേക്ക് ആട്ടി ഓടിച്ച, മദീനയിൽ ബദറും ഉഹദും ഒക്കെ നേതൃത്വം കൊടുത്ത പലരും അവിടെ ഉണ്ട്. അവരെല്ലാ പ്രവാചകന്റെ മുമ്പിൽ ആലില പോലെ വിറച്ചുകൊണ്ട് നിൽക്കുകയാണ്. മഹാനായ പ്രവാചകൻ സഹാബിമാർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞാൽ മുഴുവൻ ആളുകളുടെയും തല വെട്ടുന്നതിന് സന്നദ്ധമായി നിൽക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ള പറയാണ്, ഇദ്ഹബൂ വഅന്തും തുലഖാ, നിങ്ങൾ മുഴുവൻ ആളുകളും നിങ്ങളുടെ ഇഷ്ടപ്രകാരം പോയിക്കൊള്ളുക, നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങളൊന്നും ചെയ്യൂല, നിങ്ങൾക്ക് ഞാൻ പൊതുമാപ്പ് നൽകിയിട്ടുണ്ട്. ലോകത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടായില്ല. അതിപ്പോ ഇവിടെ വിശദീകരിക്കാൻ പറ്റില്ല. ഇസ്ലാമിനെ പറ്റി തെറ്റായ ധാരണകളും തെറ്റായ പ്രചാരണങ്ങളും നടക്കുന്ന സന്ദർഭത്തിൽ ഇതൊക്കെ അതിന്റെ നൂലിഴ കൊണ്ട് ഉല്ലേഖനം ചെയ്യേണ്ട ഇസ്ലാമിന്റെ ചരിത്ര സത്യങ്ങളാണ്. അപ്പൊ അതിവിടെ വിശദീകരിക്കല്ല. അപ്പൊ അവർക്കൊക്കെ മാപ്പ് കൊടുത്തെങ്കിലും ഇക്രിമത്തിന് മാപ്പ് നൽകേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചു. അത്ര ശല്യമായിരുന്നു. ഇക്രിമത്ത് വിവരം അറിഞ്ഞപ്പോൾ ഇനി മക്കയിൽ ജീവിക്കുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കി. മുഹമ്മദിന്റെ അനുയായികളെ എന്നെ പിടികൂടും. ഈ കണ്ടു കാണപ്പെട്ട മുഴുവൻ ആളുകൾക്കും അബൂ സുഫിയാൻ അടക്കം ഉഹദ് യുദ്ധത്തിൽ നേതൃത്വം നൽകിയ അബൂ സുഫിയാൻ അടക്കം മഹാനായ റസൂലുള്ള പൊതുമാപ്പ് നൽകിയിട്ടും എനിക്ക് മാപ്പ് നൽകാത്തത് കൊണ്ട് ഈ മക്കയിൽ ഇനി എന്റെ നിലനിൽപ്പ് സാധ്യമല്ലെന്ന് മനസ്സിലാക്കിയ ഇക്രിമത്ത് കപ്പൽ കയറുകയാണ്. നാട് വിട്ടു പോകാൻ കപ്പൽ എത്യോപ്യയിലേക്കാണ് പോകുന്നത്. കപ്പൽ സഞ്ചരിച്ച് കുറച്ചാണ് ചെന്നപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാറ്റും മഴയും വന്നു. കപ്പൽ ആടി ഉലയാൻ തുടങ്ങി. കപ്പലിൽ താമസിക്കുന്ന യാത്ര ചെയ്യുന്ന മുഴുവൻ ആളുകളും മുശ്രിക്കുകളാണ്, ബഹുദൈവ ആരാധകരാണ്, ഇക്രിമത്തിന്റെ ആദർശ ബന്ധുക്കളാണ്. പക്ഷേ ഈ സന്ദർഭം വന്നപ്പോൾ ഫജഅലു യദ്ഊനല്ലാഹ വയുവഹിദൂനഹു, ഈ കപ്പലിൽ ആടികുലയാൻ തുടങ്ങിയപ്പോൾ കപ്പലിൽ യാത്ര ചെയ്യുന്ന മുശ്രിക്കുകളായ ആളുകൾ ലാത്തയെയും ഉസ്സയെയും മനാത്തിനെയും ഹുബിലിനെയും ഒക്കെ വിളിച്ചു തേടിയിരുന്ന ആളുകൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും വിളിച്ചു തേടിയിരുന്ന ആളുകൾ, അള്ളാഹുവിന്റെ ഖറബായ മലക്കുകളെ പലരെയും വിളിച്ചു തേടിയിരുന്ന ആളുകൾ, അവരെ ഒന്നുമല്ല വിളിക്കുന്നത്. ഫജഅലു യദ്ഊനല്ലാഹ വയുവഹിദൂനഹു, കപ്പൽ സഞ്ചാരികൾ ബഹുദൈവ ആരാധകർ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ തുടങ്ങി. വയുവഹിദൂനഹു, അവനോട് മാത്രം ദുആ ചെയ്യാൻ തുടങ്ങി. പടച്ചവനെ, നീ മാത്രമേ പ്രാർത്ഥനയ്ക്കും അർഹനുള്ളൂ, ഇത് കേട്ടുത്തരം ചെയ്യാൻ അർഹനുള്ളൂ, നിനക്ക് മാത്രമേ ഞങ്ങളെ സംരക്ഷിക്കാൻ കഴിയൂ, അതുകൊണ്ട് അപകടത്തിൽ രക്ഷപ്പെടുത്തണമേ എന്ന ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള ഉത്കടമായ വികാരത്തോടു കൂടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് അദ്ദേഹം കേൾക്കുന്നത്, ഇക്രിമത്ത് കേൾക്കുന്നത്. ഫഖാല ഇക്രിമ, ആ സമയത്ത് ഇക്രിമത്ത് പറയുകയാണ്, മാ ഹാദാ, ഇതെന്ത് പരിപാടിയാണ് കൂട്ടരെ, എന്താ ഞാനീ കാണുന്നത്, എന്താ ഞാനീ കേൾക്കുന്നത്?
ലാത്തയും ഉസ്സയും മനാത്തും ഹുബലും ഇബ്രാഹിമും ഇസ്മായിലും ഒക്കെ നമ്മുടെ വിശുദ്ധമായ കഅബയിൽ നമ്മൾ സ്ഥാപിച്ചിട്ടുള്ള 365 വിഗ്രഹങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന മഹാന്മാരായ ആളുകളെ നിത്യജീവിതത്തിൽ വിളിച്ചു തേടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട നമ്മൾ ചെയ്തിരുന്ന നമ്മൾ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു അപകടത്തിൽപ്പെട്ടപ്പോൾ മുഹമ്മദ് നമ്മളോടൊക്കെ പറയുന്ന റബ്ബിനെ മാത്രം അള്ളാഹിനെ മാത്രം വിളിക്കുന്നത് എന്താണ്? വഹാദല്ലദീ യദ്ഉനാ ഇലൈഹി മുഹമ്മദുൻ. ഇതേ ആശയത്തിലേക്കല്ലേ മുഹമ്മദ് നമ്മളെ ക്ഷണിക്കുന്നത്? ഇതാണല്ലോ മുഹമ്മദ് നമ്മളോട് പ്രബോധനം ചെയ്യുന്നത്. അദ്ദേഹം ഇത്തരം സന്നിഗ്ധ ഘട്ടങ്ങളിൽ, വിഷമഘട്ടങ്ങളിൽ അല്ല, മുഴുവൻ ഘട്ടങ്ങളിലും അള്ളാഹിനോട് മാത്രം തേടണമെന്നല്ലേ പറയുന്നത്. ആ ആശയം പൊരുത്തപ്പെടാത്തത് കൊണ്ടല്ലേ നമ്മൾ അവനിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത്. അവന്റെ കൂടെ ജീവിക്കാൻ കഴിയില്ലെന്ന് വിചാരിച്ചിട്ടല്ലേ ഞാൻ എത്യോപ്യയിലേക്ക് നാട് വിട്ടു പോകുന്നത്. ഇതാണ് നമ്മുടെ വിശ്വാസമെങ്കിൽ ഞാൻ എന്തൊരു നാട് വിട്ടു പോകണം? എന്താണ് ഈ കാണുന്നത്? ഫഖാലു യാ ഇക്രിമ. ആ സമയത്ത് കപ്പൽ യാത്രക്കാരായ ആളുകൾ പറയാണ്, ഇക്രിമ ഹാദാ മൗദിഉൻ ലാ യൻഫഉ ഫീഹാ ഇല്ല ദുആഉ ലിഗൈരില്ലാഹ്. അല്ലാഹുവിനോടുള്ള ദുആയല്ലാതെ ഉപകാരപ്പെടാത്ത നിർണായകമായ ഒരു സന്ദർഭമാണിത്. ഇക്രിമ, ഇവിടെ പടച്ചവനോട് തന്നെ പ്രാർത്ഥിക്കണം. ലാത്തെ വിളിച്ചിട്ട് കാര്യമില്ല, ഉസ്സയെ വിളിച്ചിട്ട് കാര്യമില്ല, മനാത്തിനെ വിളിച്ചിട്ട് കാര്യമില്ല, ഹുബലിനെ വിളിച്ചിട്ട് കാര്യമില്ല, ആരെ വിളിച്ചിട്ട് കാര്യമില്ല. മുഖറബായ മലക്കുകളെ ആയകളാണ്, മഅസൂമുകളായ പ്രവാചകന്മാരെ ആണെങ്കിലും, കറാമത്തുകൾ കൊണ്ട് അനുഗ്രഹീതമാരായ അള്ളാഹുവിന്റെ ഔലിയാക്കളെയും മഹത്തുക്കളെയും ആണെങ്കിലും, സ്വാലിഹുകളെയും ശുഹദാക്കളെയും ആണെങ്കിലും ആരെയും വിളിച്ചിട്ട് കാര്യമില്ലാത്തൊരു സമയമാണ്. ഈ സമുദ്രത്തിന്റെ ഈ സന്ദർഭത്തിൽ നമ്മെ രക്ഷപ്പെടുത്തുവാൻ സാക്ഷാൽ അള്ളാഹുവിനല്ലാതെ സാധ്യമല്ല. അതുകൊണ്ടാണ് ഈ സന്ദർഭത്തിൽ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പോഴായി ഇക്രിമത്ത് ആലോചിക്കുന്നത്, ഇതാണോ നിങ്ങളുടെയൊക്കെ അവസ്ഥ? ഇതാണോ യാഥാർത്ഥ്യം? എങ്കിൽ പിന്നെ ഇക്രിമത്ത് അള്ളാഹിനോടാ പറയുന്നത്, അള്ളാഹുവേ, ഇതാണ് സത്യാവസ്ഥ എങ്കിൽ, ഇതാണ് യാഥാർത്ഥ്യമെങ്കിൽ, ഈ അപകടത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തി നീ എന്നെ കരക്കെത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും നിന്റെ പ്രവാചകനായ മുഹമ്മദിന്റെ അരികിൽ ചെന്ന് എന്റെ കൈ മുഹമ്മദിന്റെ കയ്യിൽ വെച്ച് അദ്ദേഹം പറയുന്ന ആദർശം ഞാൻ സ്വീകരിച്ച് മുസ്ലിമാകുന്നതാണ് എന്ന് ഇക്രിമത്ത് പ്രതിജ്ഞ ചെയ്യുകയാണ്. അപകടത്തിൽ രക്ഷപ്പെട്ട് ഇക്രിമത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നു. ഇക്രിമത്ത് മുസ്ലിമായി, സഹാബിയായി. ഇപ്പൊ നമ്മൾ ആ പേര് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹു എന്ന് പറയണം. അബൂജഹലിന്റെ മകൻ ഇക്രിമ എങ്ങനെയാ മുസ്ലിമായത്? മുസ്ലിമായത് കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ മുശ്രിക്കുകളായ ആളുകൾ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു രംഗത്തിന് ഇക്രിമത്ത് സാക്ഷിയാവുകയാണ്. ചോദിച്ചപ്പോൾ ഇത്തരം ഘട്ടങ്ങൾ രക്ഷപ്പെടുത്താൻ അള്ളാഹുവിനല്ലാതെ സാധ്യമല്ല എന്ന് മുശ്രിക്കുകൾ പറയുകയാണ്. ഇക്രിമത്ത് പറഞ്ഞത്, കടലിൽ നമ്മെ രക്ഷപ്പെടുത്താൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്നാണ് നിങ്ങളുടെ വിശ്വാസമെങ്കിൽ ഞാനിതാ ഉറപ്പായും വിശ്വസിക്കുന്നു, കരയിലും രക്ഷപ്പെടുത്താൻ അവന് മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇനി അവനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. ആ ആദർശം പ്രബോധനം ചെയ്യുന്ന മുഹമ്മദിന്റെ അനുയായിയായി തുടരാൻ ഞാൻ ആഗ്രഹിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇക്രിമത്ത് മുസ്ലിമാകുന്നത്. ഞാനിത് സൂചിപ്പിച്ചത് അത്രത്തോളം വിശ്വാസം അവർക്കുണ്ട്. എന്നിട്ടും അവർ മുഅ്മിനുകളല്ല. അള്ളാഹിന്റെ റസൂൽ അവരോടും പറയുന്നത് നീ അള്ളാഹിൽ വിശ്വസിക്കണമെന്നാണ്. അപ്പൊ എന്താണ് ഈ വിശ്വാസം? പിന്നെന്താണ് ഈ വിശ്വാസം? ഇങ്ങനെയൊന്നും വിശ്വസിച്ചാൽ പോരെ? ആകാശഭൂമികളെ സൃഷ്ടികർത്താവാരാണെന്ന് ചോദിച്ചു, അള്ളാഹു ആണെന്ന് പറഞ്ഞു. സൂര്യനെ ആരാണ് ഉദിപ്പിക്കുന്നതെന്ന് ചോദിച്ചു, അള്ളാഹു ആണെന്ന് പറഞ്ഞു. ആകാശത്തുനിന്ന് അഥവാ ഉപരിഭാഗത്തുനിന്ന് മഴ വർഷിപ്പിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു. ആ മഴ മുഖേന സസ്യങ്ങൾ മുളപ്പിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു. ആ സസ്യങ്ങളിൽ പഴവർഗ്ഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു. അതിനെല്ലാം അള്ളാഹുവാണെന്ന് മറുപടി പറയുന്ന ആളുകളുടെ ഈമാൻ ശരിയായിട്ടില്ല എന്ന്, അവർക്കും ഈമാനില്ലെന്ന് മഹാനായ പ്രവാചകൻ പറയുകയാണ്. സഹോദരങ്ങളെ, അപ്പോൾ പ്രവാചകന്മാരെ പഠിപ്പിച്ച ഈമാൻ എന്താണ്? അവർ പഠിപ്പിച്ച വിശ്വാസം എന്താണ്? അള്ളാഹുവിനെ പറ്റി എന്താണ് മനസ്സിലാക്കേണ്ടത്? അതാ നമ്മൾ അറിയേണ്ടത്. അതറിഞ്ഞാൽ ശരിയായ അറിവായി. ഇത്രയും അറിവുണ്ടായതുകൊണ്ട് കാര്യമില്ല. ഇത് മഹാനായ നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലുള്ള മുശ്രിക്കുകൾക്ക് പോലും വിശ്വാസമുള്ള ആളുകളാണ്. അവർ വദ്, സുവാ, യഊഖ്, നസ്ർ എന്ന